വഴിവിട്ട ബന്ധങ്ങളും ചെന്നെത്തുന്നത് മരണത്തിലേക്കാണ്. അതിന് നമ്മുടെ സമൂഹം ആവർത്തിച്ചാവർത്തിച്ച് തെളിവുകൾ നൽകുന്നുണ്ട്. ഒരു സൈഡിൽ പ്രണയം എന്നതിനെ കവികളും കഥാകൃത്തുക്കളും വാനോളം പുകഴ്ത്തുമ്പോൾ മറു സൈഡിൽ പ്രണയം ഒരു മനുഷ്യായുസ്സിനെ ഇല്ലാതാക്കുകയാണ്. നമസ്കാരം. കഴിഞ്ഞ ദിവസം പട്ടാഴിമുക്കിൽ കാർ ലോറിയിലിടിപ്പിച്ച സംഭവത്തിൽ ദിവസങ്ങൾ മുന്നോട്ടു പോകുന്തോറും ദുരൂഹതകൾ കൂടി വരികയാണ്. തുടക്കത്തിലെ സാധാരണ ഒരു റോഡ് ആക്സിഡന്റായി തള്ളിക്കളഞ്ഞു എങ്കിലും മുന്നോട്ടുള്ള അന്വേഷണത്തിൽ അതൊരു കൊലപാതകം ആയിരുന്നു എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. തുമ്പമൺ ഹയർ സെക്കൻഡറി സ്കൂളിലെ താൽക്കാലിക അധ്യാപികയായിരുന്ന അനുജയെക്കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. പിതാവും സഹോദരനും ഒരു മകനുമുള്ള അനുജ നൂറനാട് മറ്റപ്പള്ളിയിലെ കുടുംബ വീട്ടിൽ താമസിച്ചാണ് ജോലിക്ക് പോയിരുന്നത്. ഒരു വർഷം മുമ്പ് അനുജയുടെ ഭർത്താവ് കായംകുളത്ത് പുതിയൊരു വീട് പണിതു. അവധി ദിവസങ്ങളിൽ കായംകുളത്തെ പണി കഴിപ്പിച്ച വീട്ടിലേക്ക് അനുജ പോകാറുണ്ട്. പിതാവുമായി ഇവിടേക്ക് താമസം മാറാൻ ഇരിക്കെയാണ് അപകടം സംഭവിച്ചത്. 3 വർഷമായി ഭാര്യയുമായി പിരിഞ്ഞു താമസിക്കുന്ന ഹാഷിം പന്തളം പത്തനംതിട്ട വഴി ഓടുന്ന ബസ്സിലെ ജീവനക്കാരനായിരുന്നു. ഈ ബസ്സിലെ സ്ഥിരം യാത്രക്കാരിയായിരുന്നു അനുജ. യാത്രക്കിടയിൽ അനുജയും ഹാഷിമും സൗഹൃദം സ്ഥാപിച്ചു. ഈ സൗഹൃദം നീണ്ട 4 വർഷത്തെ പ്രണയത്തിലേക്ക് കടന്നു. ഈ ബന്ധത്തെക്കുറിച്ച് തുടക്കത്തിൽ ഭർത്താവിനും ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഒരു സൂചന പോലും ഉണ്ടായിരുന്നില്ല. വിവാഹിതയായ സ്ത്രീ എന്നതിനപ്പുറം നാളത്തെ തലമുറയ്ക്ക് ഒരു മാതൃക കൂടിയാകേണ്ട അധ്യാപികയാണ് അനുജ. എല്ലാവർക്കും പ്രിയപ്പെട്ടവളായിരുന്ന അനുജ മറ്റാർക്കും സംശയം തോന്നാത്ത വിധത്തിൽ ഫോണിലൂടെ ഈ ബന്ധത്തെ ഊട്ടിയുറപ്പിച്ചു. വൈകാരികമായ സപ്പോർട്ട് എന്ന നിലയിലാകണം ഈ ബന്ധം നിലനിന്നിരുന്നത്. അങ്ങനെയിരിക്കെ പിതാവുമായി കായംകുളത്തെ സ്വന്തം വീട്ടിലേക്ക് മാറാൻ അനുജ തീരുമാനിച്ചു. ഇതിൽ മാനസികമായി ബുദ്ധിമുട്ട് തോന്നിയ ഹാഷിം അനുജയുമായി വാക്കുതർക്കത്തിലേർപ്പെട്ടു. സഹ അധ്യാപകരുമായി സ്കൂളിൽ നിന്നും ഉല്ലാസയാത്ര പോയി തിരിച്ചു വരുമ്പോൾ ഹാഷിം ഇവരുടെ വാഹനം തടഞ്ഞ് അനുജയെ കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. സഹോദരൻ വിഷ്ണു എന്ന പേരിലാണ് അനുജ സഹപ്രവർത്തകർക്ക് ഹാഷിമിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഹാഷിമിനൊപ്പം അനുജ കാറിൽ കയറിയതും അമിത വേഗത്തിൽ ഹാഷിം കാർ ഓടിച്ചു. പിന്നാലെ അധ്യാപകർ പോയെങ്കിലും കണ്ടെത്താൻ ആയില്ല. ഉടനെ തന്നെ ഇവർ അനുജയെ ഫോണിൽ വിളിച്ചു. ആദ്യം കരഞ്ഞുകൊണ്ട് ആത്മഹത്യയെക്കുറിച്ച് പറഞ്ഞെങ്കിലും പിന്നീട് വിളിച്ച് സുരക്ഷിതയാണെന്ന് അറിയിച്ചു. ഇതിൽ സംശയം തോന്നിയ ഇവർ അനുജയുടെ ബന്ധുക്കളെ വിളിച്ച് വിഷ്ണു എന്ന സഹോദരൻ കൂട്ടിക്കൊണ്ടുപോയതായി അറിയിച്ചു. എന്നാൽ വിഷ്ണു എന്നൊരു സഹോദരൻ ഇല്ലെന്നാണ് ബന്ധുക്കൾ മറുപടി പറഞ്ഞത്. ഇതോടെ അധ്യാപകർ പോലീസ് സ്റ്റേഷനിൽ എത്തി പരാതി നൽകുകയായിരുന്നു. അമിത വേഗത്തിൽ പോയ കാർ ലോറിയിലേക്ക് ഇടിച്ചു കയറിയ നിലയിലായിരുന്നു കണ്ടെത്തിയത്. ഇതിനിടെ കാറിനുള്ളിൽ സംഭവിച്ചത് എന്താണെന്ന് വ്യക്തമല്ല. എന്നാൽ അടൂരിൽ നിന്നും മാരൂരിലേക്ക് യാത്ര പോവുകയായിരുന്ന മാരൂർ ശങ്കർ എന്ന വ്യക്തി മങ്ങാട് ആലേപ്പടിയിൽ വെച്ച് കാറിന്റെ ഇടതുവശത്തെ വാതിൽ 3 തവണകളായി തുറന്നെന്നും ഒരു കാൽ മാത്രം പുറത്തേക്ക് വന്നതായി കണ്ടെന്നും വെളിപ്പെടുത്തി. ഒരുപക്ഷെ ഇതൊക്കെ വെളിപ്പെടുത്തുന്നത് ആ കാറിൽ അനുജയും ഹാഷിമും തമ്മിൽ വാക്കുതർക്കവും ദേഹോപദ്രവവും ഉണ്ടായതായും സ്വയ രക്ഷയ്ക്ക് വേണ്ടിയാണ് അനുജ ഡോർ തുറന്ന് ചാടാൻ ശ്രമിച്ചത് എന്നതുമാണ്. കയ്യേറ്റത്തിൽ നിയന്ത്രണം വിട്ട് കാർ ലോറിയിൽ ഇടിച്ചതാകാം. അതുമല്ലെങ്കിൽ ഹാഷിം മനഃപൂർവ്വം ലോറിയിലേക്ക് ഇടിച്ചു കയറ്റിയതാകാം. ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്ക് സ്ഥിര നിയമനം നേടിയെടുത്ത അധ്യാപികയുടെ ഈ വഴിവിട്ട ബന്ധം ചെന്നെത്തിയത് മരണത്തിലേക്കായിരുന്നു. വഴിവിട്ട ബന്ധങ്ങൾ ഇന്നത്തെ കാലത്ത് ഒരു പുത്തരിയല്ല. ഓരോ ദിവസവും സമൂഹത്തിൽ നടക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള കൊലകളും ഇൻസിഡന്റുകളും ഇത്തരം വഴിവിട്ട ബന്ധങ്ങൾ മൂലം ഉണ്ടാകുന്നതാണ്. പ്രണയം നിരസിച്ചു എന്നതിന്റെ പേരിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ചതും, കത്തികൊണ്ട് കഴുത്തറത്ത് കൊന്നതും, മുഖത്ത് ആസിഡ് ഒഴിച്ചതും, ജ്യൂസിൽ വിഷം കലക്കി കൊടുത്ത് കൊന്നതും, ഒരു കുടുംബത്തെ മുഴുവൻ സൈനൈഡ് കൊടുത്തു കൊന്നതും ഇതേ കേരളത്തിൽ തന്നെയാണ്. കുട്ടികളിലും മുതിർന്നവരിലും ഇതേ പ്രവണത തന്നെ കണ്ടുവരുന്നത് നമ്മുടെ സമൂഹത്തിന്റെ നാശത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഒരു പ്രണയം എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ജീവനെ ഇല്ലാതെയാക്കുന്നത്? ഇത്തരം ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങളിലേക്ക് എങ്ങനെയാണ് ഒരു സ്ത്രീ ആയിക്കോട്ടെ ഒരു പുരുഷനായിക്കോട്ടെ ചെന്നു വീഴുന്നത്? പ്രണയത്തിന്റെ പേരിൽ ഒരാളെ കൊല്ലണം എന്നുള്ള ചിന്ത എങ്ങനെയാണ് ഇവരിൽ ഉടലെടുക്കുന്നത്? മരിക്കുന്നതിന് മുമ്പായി അനുജ തന്റെ മരണത്തെക്കുറിച്ച് എഴുതിയ ഒരു കവിത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അന്വേഷണത്തിൽ ഹാഷിം അനുജയുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയതായി കണ്ടെത്തിയിട്ടുണ്ട്.